പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രിയമുള്ളവരെ, 8 നോയമ്പ് ആചരണത്തോടനുബന്ധിച്ച് മെൽബൺ മലങ്കര കൂട്ടായ്മ ഒരുക്കുന്ന മരിയൻ ചിന്തകളിൽ പരിശുദ്ധ അമ്മ പുണ്യങ്ങളുടെ മാതൃക എന്നതിനെക്കുറിച്ച് ഏതാനും നുറുങ്ങു ചിന്തകൾ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. പുണ്യങ്ങളുടെ രാജകുമാരിയായ തൻ്റെ മാതാവിനെയാണ് ഈശോ യോഹന്നാൻ ശ്ലീഹായോടൊപ്പം ലോകത്തിന് മുഴുവനായും കുരിശിൽ കിടന്നുകൊണ്ട് മരണസമയത്ത് പങ്കിട്ടു നൽകിയത്. രക്ഷകനായ ദൈവത്തിൻ്റെ കൃപയിൽ ആനന്ദിക്കുവാനും എളിമയോടെ കർത്താവിൽ ആശ്രയിക്കുവാനും മറിയത്തിൻ്റെ സ്തോത്രഗീതം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള വചനങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എളിമയും ആഴത്തിലുള്ള ദൈവവിശ്വാസവും തന്നെ പൂർണ്ണമായും ദൈവീയ പദ്ധതിക്കായി സമർപ്പിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. മംഗളവാർത്ത അറിയിക്കുവാനായി ഗബ്രിയേൽ ദൂതനെ ദൈവം മറിയത്തിൻ്റെ അടുക്കലേക്ക് അയച്ചു. ദൈവിക പദ്ധതിയുള്ള വിശ്വാസ ശക്തിയാൽ അരുളപ്പാട് സ്വീകരിച്ചുകൊണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് മറിയത്തിന് ഗബ്രിയേൽ മാലാഖയുടെ മറുപടി പറയാൻ കഴിഞ്ഞു. മുടക്കം കൂടാതെ തുടർച്ചയായുള്ള പ്രാർത്ഥനയാണ് രക്ഷയിലേക്കുള്ള ഒരു പ്രധാന മാർഗമെന്ന് പരിശുദ്ധ അമ്മ നമുക്ക് മാതൃക കാണിച്ചു തരുന്നു. യേശുവിൻ്റെ ജനനശേഷമുള്ള ഓരോ സംഭവങ്ങളിലും മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചിരുന്നതായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവിക പദ്ധതികളെ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച് ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് മാതാവ് തൻ്റെ ജീവിതത്തിലുടനീളം ദൈവത്തിന് മഹത്വം നൽകി. സംശയാസ്പദമായ സാഹചര്യങ്ങളിലും ഉപാധികളില്ലാതെയുള്ള അനുസരണ മനോഭാവത്തോടെ തൻ്റെ ജീവിതം മറിയം ദൈവത്തിനായി സമർപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാം വാക്യത്തിൽ, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് അസ്വസ്ഥയായി മറിയം ഗബ്രിയേൽ ദൂതനോട് തൻ്റെ സംശയം പ്രകടിപ്പിക്കുന്നു. എങ്കിലും അനുസരണയോടെ ദൈവവിശ്വാസത്തിൽ ആശ്രയിച്ച്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവീയ പദ്ധതിക്കായി തന്നെ പരമേൽപ്പിക്കുന്നതായാണ് തുടർന്നുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദീർഘക്ഷമയോടെ പ്രാർത്ഥനയോടെ അമ്മ എന്ന നിലയിൽ തൻ്റെ ജീവിതത്തിലെ പ്രയാസമേറിയ വേദന നിറഞ്ഞ ഘട്ടങ്ങളെല്ലാം തരണം ചെയ്യുവാൻ അമ്മയ്ക്ക് കഴിഞ്ഞതായിട്ടാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഗർഭിണിയായിട്ടുകൂടി എലിസബത്തിനെ കാണാനും ശുശ്രൂഷിക്കുവാനും ദൂരയാത്ര ചെയ്തപ്പോഴും ജെറുസലേം ദേവാലയ പരിസരത്ത് വെച്ച് ബാലനായ യേശുവിനെ 3 ദിവസം കാണാതായപ്പോഴും തൻ്റെ പൊന്നുമകനെ പീഡാസഹനത്തിന് ശേഷം കുരിശിൽ തറയ്ക്കുന്നത് സാക്ഷ്യം വഹിക്കേണ്ടി വന്നപ്പോഴും മറിയം അതികഠിനമായ മനോവേദനയോടെ ദീർഘക്ഷമയോടെ ദൈവത്തിൽ ആശ്രയിച്ചു. പൂർണ്ണ മനസ്സോടും മുഴുവൻ ശക്തിയോടും ദൈവത്തെ സ്നേഹിക്കുവാനും പ്രതിഫലേച്ഛയില്ലാതെ എല്ലാവരെയും സഹായിക്കുവാനും മറിയത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മാതൃകയായി കാട്ടിത്തരുന്നു. തന്നെക്കാൾ പ്രായമായ ഗർഭിണിയായിരിക്കുന്ന എലിസബത്തിന് തൻ്റെ സ്നേഹവും കരുതലും പരിപാലനവും ആവശ്യമാണെന്ന് മനസ്സിലാക്കി മറിയം ദൂരദേശത്തേക്ക് യാത്ര പുറപ്പെടുന്നു. മറിയം എലിസബത്തിനെ അഭിവാദ്യം ചെയ്തപ്പോൾ തന്നെ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള ശിശുവും സന്തോഷത്താൽ കുതിച്ചുചാടിയതായി എലിസബത്ത് മാതാവിനെ അറിയിക്കുന്നു. ദൈവസ്നേഹത്തിൽ ആശ്രയിച്ച് മറിയം എലിസബത്തിൻ്റെ ഭവനത്തിൽ 3 മാസത്തോളം താമസിച്ച് ശുശ്രൂഷ ചെയ്തതായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 56-ാം വചനത്തിൽ പറയുന്നു. മാതാവിൻ്റെ കരുതലും ദയയും അത്യാവശ്യ സന്ദർഭങ്ങളിൽ അവസരോചിതമായിട്ടുള്ള ഇടപെടലും വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ തുടക്കത്തിൽ വായിക്കാം. സഹോദരങ്ങളോടുള്ള കരുതലും പരസ്പരം സഹായിക്കുവാനുള്ള മനോഭാവവും മാതാവ് നമുക്ക് മാതൃകയായിരിക്കുന്നു. കാനായിലെ വിവാഹ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയ സമയത്ത് വീട്ടുകാർ വിഷമഘട്ടത്തിലായപ്പോൾ അവിടെ വിരുന്നുകാരിയായിരുന്ന മാതാവ് നിശബ്ദയായിരുന്നില്ല. ഈശോയ്ക്ക് അവരുടെ വിഷമഘട്ടത്തിൽ വേണ്ടത് ചെയ്യുവാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യം അമ്മയ്ക്കുണ്ടായിരുന്നു. ഈശോയുടെ മാതാവ് ഇക്കാര്യം അവതരിപ്പിച്ചപ്പോൾ, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നാണ് പ്രതികരിച്ചത്. എങ്കിലും പരിശുദ്ധ അമ്മ അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക എന്ന്
പരിചാരകരോട് പറഞ്ഞു. പരിചാരകർ യേശു ആവശ്യപ്പെട്ടതുപോലെ ഭരണികളിൽ വക്കോളം വെള്ളം നിറച്ചു. തുടർന്ന് കലവറക്കാരൻ അത് രുചിച്ചു നോക്കിയപ്പോഴേക്കും അത് മേൽത്തരം വീഞ്ഞായി മാറിക്കഴിഞ്ഞതായാണ് വചനം പറയുന്നത്. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്താനായി പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ തുടക്കവും ഇതായിരുന്നു എന്നാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 11-ാം വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. പാപങ്ങളാൽ അശുദ്ധരാക്കപ്പെടാതെ, പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ മാതാവ് നമുക്ക് മാതൃകയായിരിക്കുന്നു. മംഗളവാർത്തയുടെ സമയത്തെ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്നാണ് ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയേൽ മാലാഖ മറിയത്തെ അഭിസംബോധന ചെയ്തത്. ഈ അഭിവാദനം ഉൾക്കൊള്ളാനാകാതെ മറിയം അസ്വസ്ഥയായപ്പോൾ ദൂതൻ തുടർന്ന് പറയുന്നു, മറിയമേ, ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. 8 നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ പുണ്യങ്ങളുടെ രാജകുമാരിയായ മാതാവിനോട് ചേർന്ന് നിന്ന് നമുക്കും ഓരോ പ്രവൃത്തികളിലൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. എളിമയോടെ, അനുസരണയോടെ സ്വയം ശൂന്യവൽക്കരിച്ച് ആഴമേറിയ ദൈവവിശ്വാസം നേടാം. പരിശുദ്ധ അമ്മ നാം ഓരോരുത്തരെയും കൃപയുടെ നിറവിൽ വിശുദ്ധിയോടെ കാത്തു പരിപാലിക്കട്ടെ.